ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കുന്നത് കല്ലുമ്മക്കായ ഫ്രൈ ആണ്. ബീഫ് ഫ്രൈ ഒക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണല്ലോ. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. കല്ലുമ്മക്കായ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2.5 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണോളം ഉപ്പ് പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം വേണം ഇതിലോട്ട് കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. കല്ലുമ്മക്കായയിലോട്ട് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുത്തതിന് ശേഷം വേണം കല്ലുമ്മക്കായ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഇതിലോട്ട് കല്ലുമ്മക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കല്ലുമ്മക്കായ കിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിൽ ലുലുവിൽ പോയ സമയത്ത് കല്ലുമ്മക്കായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നത്. നല്ല വലുപ്പത്തിലുള്ള കല്ലുമ്മക്കായാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ഷെല്ലൊക്കെ റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടുള്ള 1/2 കിലോഗ്രാം കല്ലുമ്മക്കായാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാക്കിയതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാൻ 1/2 കിലോഗ്രാം കല്ലുമ്മക്കായാണ് എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അത് 2 ബാച്ചായിട്ട് ഇട്ടിട്ടാണ് ഞാനിവിടെ വറുത്തെടുക്കുന്നത്. ഇത് മാരിനേറ്റ് ചെയ്തതിന് ശേഷം വറുക്കുന്നത് കൊണ്ട് ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വറുത്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് വറുക്കാൻ തുടങ്ങിയിട്ട് 4 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ മാറി ഇത് ഏകദേശം ഫ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഫ്രൈ ആകണ്ടെന്നുണ്ടെങ്കിൽ 5-6 മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഞാനൊരു 10 മിനിറ്റോളം നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഇതിനകത്തുനിന്ന് കോരി മാറ്റുന്നത്. ഇതുപോലെ നന്നായിട്ട് മൊരിയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇതുപോലെ തന്നെ ചോറിൻ്റെയൊക്കെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് കൂട്ടാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഈ കല്ലുമ്മക്കായ ഫ്രൈയും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ 10 മിനിറ്റോളമാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. തീ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കോരിയെടുക്കാം. അതിനുശേഷം വേറെ ഒരു പാത്രത്തിലോട്ട് ഇത് മാറ്റി വെക്കണം. നമുക്ക് ബാക്കി പകുതിയും കൂടെ നമുക്ക് വറുക്കാനുണ്ടല്ലോ, അതും കൂടി വറുത്തെടുക്കാം. കല്ലുമ്മക്കായ മുഴുവനായിട്ടും വറുത്ത് കോരി മാറ്റിയതിന് ശേഷം ഇതിലോട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 10-15 വെളുത്തുള്ളി അല്ലിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കൂടുതൽ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കണം. നമ്മൾ എല്ലാ കറികളിലും നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്ന കറിവേപ്പില ഒഴിവാക്കാതെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള ചേരുവകളും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. അപ്പം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 വലിയ സവോള കട്ടി കുറഞ്ഞ് അരിഞ്ഞതും 3-4 പച്ചമുളക് കീറിയതും ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടിയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് വഴറ്റിയെടുക്കുക. കുറച്ചൊന്ന് ഫ്രൈ ആയി വരുന്ന ആ ഒരു പാകം വരെയാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കണം. ഞാനിവിടെ 1-1.5 പിടിയോളം തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 2 സ്പൂൺ മീറ്റ് മസാലയും അതുപോലെ തന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. പൊടികൾ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അത് ഇടുന്ന വീഡിയോ ഇതിൽ കാണാതിരിക്കുന്നത്. നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ മുഴുവനായിട്ടും നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. കല്ലുമ്മക്കായ മുഴുവനായിട്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയുടെ ആ ഒരു മിക്സൊക്കെ ആയിട്ട് ഇത് നന്നായിട്ടൊന്ന് യോജിച്ച് വരണം.
ഇത്രയും ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് ഞാൻ 1.5 സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ പൊടികളൊക്കെ ഒന്നുകൂടി ഒന്ന് നന്നായി മിക്സായി കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അധികം എണ്ണയൊന്നും ഉപയോഗിക്കാതെ തന്നെ കറി തയ്യാറാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി നമുക്ക് ഒരല്പം നേരം ഒന്ന് മൂടി വെച്ചിട്ട് ചൂടാക്കിയെടുക്കണം. ചെറു തീയിലിട്ട് മൂടി വെച്ച് കൊടുത്ത് ചൂടാക്കിയെടുക്കുക. 3-4 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മൂടി തുറക്കുമ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ നല്ല കിടിലനായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും തയ്യാറാക്കിയതിന് ശേഷം കമൻസൊക്കെ എഴുതി അറിയിക്കുക. ഇടുക്കിക്കാരി ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.